ദൈവനാമത്തെ എത്ര പേര് ഈ പകലിൽ ക്രിസ്തുയേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുയേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:5 ഇങ്ങനെ വായിക്കുന്നു: വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, കർത്താവിന്റെ വചനം പറയുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ആരാണ് വെളിച്ചം? കർത്താവിന്റെ വചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:12 ഇങ്ങനെ വായിക്കുന്നു: യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. അതെ, കർത്താവ് അത്രേ വെളിച്ചം. ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞത് വേറെ ആരുമില്ല, ദൈവമാ പറഞ്ഞത്, യേശുപ്പനാ പറഞ്ഞത്. ആമേൻ, സ്തോത്രം. ഇരുളിന് അവന്റെ അരികിൽ ഒരു സ്ഥാനവുമില്ല. കർത്താവിന്റെ വചനം പറയുന്നത്, ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകുമെന്ന് പറഞ്ഞു. ആരാ? കർത്താവിനെ അനുഗമിക്കുന്നവർ. ആമേൻ, സ്തോത്രം. കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ദൈവവൈതലാണോ? നിശ്ചയമായിട്ടും നിങ്ങൾ ഇരുളിലല്ല, വെളിച്ചത്തിലാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിനെ അനുഗമിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ഇരുളിലാണ് നടക്കുന്നത്. സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഇന്നീ പകലിൽ ആരോടും സംസാരിക്കുവാൻ പോകുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് വരെ എൻ്റെ യേശുപ്പനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്നീ പകലിൽ നിങ്ങൾക്കൊരു സുവർണ അവസരമാണ് എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ. ആ വെളിച്ചത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ഉള്ളിലെ ഇരുള് നീങ്ങി മാറി നിങ്ങളുടെ ഉള്ളം, നിങ്ങളുടെ ജീവിതം വെളിച്ചം കൊണ്ട് നിറയും. നിങ്ങൾ ഇനി മുതൽ അന്ധകാരത്തിലല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്നീ പകലിൽ ദൂതറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഉള്ളത്തെ, നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തുറക്കാമോ? ആ ഇരുള് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നീങ്ങി മാറട്ടെ. ഇരുള് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? പാപത്തെ സൂചിപ്പിക്കുന്നു, അറിവില്ലായ്മയെ സൂചിപ്പിക്കുന്നു, ദൈവത്തോടുള്ള എതിർപ്പിനെ അല്ലെങ്കിൽ സെപ്പറേഷനെ സൂചിപ്പിക്കുന്നു. സ്വർഗം അത് ആഗ്രഹിക്കുന്നില്ല. ദൈവം നിങ്ങളെ ഇന്ന് ഈ പകലിൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ ദൂത് കേൾക്കുവാൻ ഇടയായിത്തീരുന്നത്. നിങ്ങളുടെ ഹൃദയത്തെ എൻ്റെ കർത്താവിന് വേണ്ടിയിട്ടൊന്ന് തുറന്നാട്ടെ. ജീവന്റെ വെളിച്ചമായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം യേശുപ്പൻ നിങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്നു വരുവാൻ പോകുന്നു. നിങ്ങളുടെ ഭാവി അനുഗ്രഹിക്കുവാൻ പോകുന്നു, അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. അവൻ്റെ ശബ്ദം കേട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ ഒന്ന് തുറക്കാമോ? ആമേൻ, സ്തോത്രം. നിങ്ങൾ ഏത് വ്യക്തി ആയിക്കോട്ടെ, കർത്താവ് നിങ്ങളുടെ ഭാഷ, സൗന്ദര്യം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ നോക്കുന്നില്ല. അവന് വേണ്ടിയത് നിങ്ങളുടെ ഹൃദയമാണ്. നിങ്ങളുടെ ഉള്ളറകളെ ഇന്ന് ഈ പ്രഭാതത്തിൽ തുറക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ജീവിതം അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രവേശിക്കും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദി. കർത്താവെ, ഇന്ന് പകലിൽ എൻ്റെ യേശുപ്പനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗം അവരുടെ ഉള്ളറകളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചേരും. കർത്താവെ, അവർ അങ്ങയെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ജീവന്റെ വെളിച്ചമായിരിക്കുന്ന അങ്ങ് അവരുടെ ജീവിതത്തെ കർത്താവെ വെളിച്ചമാക്കി തീർക്കണമേ. സ്വർഗം അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറന്ന് പ്രാർത്ഥനയുടെ നന്ദി. സകലമാനവും മൊത്തം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം ഇവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.